ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള കോവയ്ക്ക അച്ചാറാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കോവയ്ക്ക നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ പറമ്പിൽ നിന്നും കൂടെ പറിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക രസം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അതിനെ ആദ്യം തന്നെ കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഈ കോവയ്ക്ക ഇട്ട് ഒരു 1/4 പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കോവയ്ക്കയിൽ വെള്ളം കെട്ടാതിരിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റിനും വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് വീണ്ടും കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് ഒന്ന് പൊട്ടിച്ച് ഉലുവ പൊടിച്ചതും ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അല്പം കായപ്പൊടിയും പാകത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് വിനാഗിരിക്കകത്ത് കുതിർത്തി വെച്ച ഈന്തപ്പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഈ തിളച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല വെള്ളക്കെട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ രുചിയിലുള്ള കോവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.